Welcome back to Polar Classes. Today we have 7th standard English. We are doing the activities. Page number 59, activity 7, A part. Read the sentence from the story The Song of Songs. Slowly, gently, the exhausted musician laid his tambura on the carpet. The tambura or tamburu is a musical instrument. Look at the pictures of musical instruments given below. Some musical instruments are given here: violin, saxophone, cello, guitar, trumpet, piano, flute. Identify the person who plays the musical instrument. Musical instrument, one column, the other column you have to write one who plays it. Piano, pianist. Saxophone, saxophonist. Cello, cellist. Guitar, guitarist. Trumpet, trumpeter. Piano, pianist. ഫ്ലൂട്ട്, ഫ്ലൂട്ടിസ്റ്റ്. അപ്പം ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും പ്ലേ ചെയ്യുന്ന ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇനി വേർഡ് സ്റ്റഡി. കമ്പോസർ, എ പേഴ്സൺ ഹു റൈറ്റ്സ് മ്യൂസിക്. ബാൻഡ്, എ നമ്പർ ഓഫ് പീപ്പിൾ ഹു പ്ലേ മ്യൂസിക് ടുഗദർ. ലീഡ് സിംഗർ, ദ മെയിൻ സിംഗർ ഇൻ ദി ബാൻഡ്. Orchestra, a large group of people who play music together. Conductor, a person in the orchestra who directs the musicians. അപ്പം അതിനുശേഷം അതിൻ്റെ ആക്ടിവിറ്റി ഇതാണ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ദ ഫസ്റ്റ് ലെറ്റർ ഈസ് ഗിവൺ ഫോർ യു. ജോൺ ആൻഡ് ടോം പ്ലേ ഇൻ എ റോക്ക് ബാൻഡ്. മൈ ഫ്രണ്ട് പ്ലേസ് ദ വയലിൻ ഇൻ ആൻ ഓർക്കസ്ട്ര. Third one, Arun plays the guitar in the rock band Canaries and his brother Aravind is the lead singer. Fourth one, do you play any musical instrument? Fifth, Tom is playing the guitar but who is the keyboard player? There are 5 in the band and they are all good musicians. James was the conductor in several orchestras. Next, 8a. Read the passage given below. Akbar listens to Tansen every day. He thinks Tansen has the most wonderful voice in the world. But according to Tansen, there is someone who sings better than he does. Akbar inquires about the person. Tansen replies that it is his guru, Sant Haridas. Akbar wants to listen to him. They go in search of the guru. When Tansen and the emperor reach his hut, they find him busy with his daily chores. The guru refuses to sing before Akbar. Tansen sings before the guru and makes a deliberate mistake. Sant Haridas corrects Tansen and sings a raga. The melody of his voice spreads across the forest. Identify the subject of each sentence in the above paragraph and write whether they are singular or plural. ഫസ്റ്റ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് അക്ബർ. അക്ബർ സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലറിൻ്റെ തൊട്ട് താഴെ നമ്മൾ യെസ് എന്ന് എഴുതി. ദെൻ സെക്കൻഡ് സെൻറ്റൻസ് ഹി തിങ്സ്. ഹി ആണ് സബ്ജക്റ്റ്. ഹി സിംഗുലർ ആണ്. അക്ബർ ആണ്. അപ്പം അത് സിംഗുലർ ആണ്. അത് ഒരു പ്രാവശ്യം എഴുതുന്നത് റിപ്പീറ്റ് ചെയ്യേണ്ട. ദെൻ ടാൻസൺ സിംഗുലർ ആണ്. സിംഗുലർ കോളത്തിൽ എസ് എന്ന് എഴുതുക. ദേ പ്ലൂറലാണ്. ദ ഗുരു സിംഗുലർ ആണ്. അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയ സബ്ജക്റ്റുകൾ. അപ്പം അതിനകത്ത് അക്ബർ വന്നിട്ടുണ്ട്. ഹി, ടാൻസൺ, ദ ഗുരു, ഇത്രയും വന്നിട്ടുണ്ട് സിംഗുലറായിട്ടുള്ള സബ്ജക്റ്റുകൾ. പിന്നെ പ്ലൂറലാണ് ദേ, ടാൻസൺ ആൻഡ് ദി എംപറർ, അത് വന്നിട്ടുണ്ട്. അത് പ്ലൂറലാണ്. ടാൻസൺ ആൻഡ് ദി എംപറർ. Now identify the verbs from the passage and write whether they are singular or plural. ഇനി നമ്മൾ വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് കണ്ടെത്തണം. സിംഗുലർ ആയിട്ടുള്ള വെർബിൻ്റെ കൂടെ വെർബാണെങ്കിൽ ബേസ് ഫോം ഓഫ് ദി വെർബിൻ്റെ കൂടെ എസോ ഇഎസോ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗുലർ വെർബ് കിട്ടും. സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്.
സബ്ജക്റ്റിനോടൊപ്പം എസോ ഇഎസോ ചേർന്ന് കഴിഞ്ഞാൽ പ്ലൂറലാണ് കിട്ടുന്നത്. അതേസമയം വെർബിൻ്റെ കാര്യത്തിൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. വെർബിൻ്റെ റൂട്ട് ഫോം അല്ലെങ്കിൽ ബേസ് ഫോമിൻ്റെ കൂടെ എസോ ഇഎസോ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സിംഗുലർ ഫോം ഓഫ് ദി വെർബാണ്. ഇതിനകത്തുള്ള വെർബ്സ് നമുക്ക് കണ്ടെത്താം. ലിസൺസ്, തിങ്സ്, എൻക്വയേഴ്സ്, റിപ്ലൈസ്, വാണ്ട്സ്, ഗോ, റീച്ച്, റെഫ്യൂസസ്, സിങ്സ്, കറക്ട്സ്. ഇപ്പോൾ ഇത്രയും വെർബുകൾ കിട്ടി. ഇതിൽ എസ് വന്നിട്ടുള്ളതെല്ലാം നമ്മൾ സിംഗുലറായിട്ട് എഴുതുന്നു. ഇതിൽ പ്ലൂറലായിട്ടുള്ള വെർബുകൾ ഒരെണ്ണം നമ്മൾ കണ്ടെത്തി ഗോ ആണ്, മറ്റൊരെണ്ണം റീച്ചാണ്. ടാൻസൺ ആൻഡ് ദി എംപറർ റീച്ച്. അപ്പോൾ റീച്ചാണ് മറ്റൊരു വെർബ്. ഇത് രണ്ടും മാത്രമേ പ്ലൂറലുള്ളൂ, ബാക്കിയെല്ലാം സിംഗുലർ വെർബുകളാണ്. സിംഗുലർ സബ്ജക്ട്സ് ടേക്ക് സിംഗുലർ വെർബ്സ് ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സ് ടേക്ക് പ്ലൂറൽ വെർബ്സ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എല്ലായ്പ്പോഴും വെർബും അതോടൊപ്പം വരുന്ന വെർബും സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതോടൊപ്പം വരുന്ന വെർബും പ്ലൂറലായിരിക്കും. അക്ബർ ലിസൺസ് ടു ടാൻസൺ എവരി ഡേ. ദേ ഗോ ഇൻ സെർച്ച് ഓഫ് ദി ഗുരു. 1. Example, Akbar listens to Tansen every day. Akbar and the courtiers. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യാണ് സബ്ജക്റ്റ്. നമുക്ക് തന്നിരിക്കുന്നത് അക്ബറാണ്, അത് മാറ്റിയിട്ട് അക്ബർ ആൻഡ് ദി കോർട്ടിയേഴ്സ്. അപ്പം സബ്ജക്റ്റ് പ്ലൂറലായി, വെർബും പ്ലൂറലാകണം. ആൻസർ, അക്ബർ ആൻഡ് ദ കോർട്ടിയേഴ്സ് ലിസൺ ടു ടാൻസൺ എവറി ഡേ. ദെൻ ഹീ തിങ്സ് ടാൻസൺ ഹാസ് എ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദി ഓൾ വേൾഡ്. ഹി സബ്ജക്റ്റ് സിംഗുലറാണ്, നമ്മൾ പ്ലൂറലാക്കുന്നു. They think Tansen has the most wonderful voice in the whole world. Second one, Akbar inquires about the person. The courtiers inquire about the person. Third one, they find him busy with his daily chores. They replace the Tansen. Tansen finds him busy with his daily chores. Tansen and the emperor reach his heart. The emperor reaches his heart. Okay.